അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച, ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനുള്ളതുണ്ടല്ലോ നമ്മുടെ മേലൂരിലെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ, നമ്മുടെ പള്ളിയോട് ചേർന്നുള്ള സെൻറ്റ് തോമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലും നമ്മുടെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലും ഒരുമിച്ച് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ രാവിലെ 10 മണി മുതൽ നമ്മുടെ ക്യാൻസറിൻ്റെ അവയർനെസ്, അതിനെ പറ്റിയുള്ള ടെസ്റ്റ് ചെക്കിങ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ആ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ആ ഡോക്ടേഴ്സോ ക്ലാസ് എടുത്തതൊക്കെ നമുക്ക് എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഇത് കാണണം, ഇത് ഷെയർ ചെയ്യണം. ഇതൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ ഡോക്ടേഴ്സ്, രാജഗിരി എന്നുള്ള അമൃത എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇതിനുവേണ്ടി പ്രത്യേകം ക്ലാസ് എടുത്തേക്കണേ. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ, വലിയ ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് കുറച്ച് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും കേൾക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതശൈലി ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നമുക്കൊന്നും ഇതുണ്ടാവാണ്ടിരിക്കാനായിട്ട് ഈ ഒരു ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ പറ്റിയിരുന്നൊക്കെ നമുക്ക് ആ ഡോക്ടർ പറഞ്ഞോണം, ഒരു 80% നമുക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തി നേടി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. ഓക്കെ, മുന്നോട്ട് വന്നത് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ പറയും, ക്യാൻസർ എന്നുള്ള വാക്ക് അതിനകത്ത് യൂസ് ചെയ്യേണ്ട, ജീവിതശൈലി രോഗങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ക്യാമ്പുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരും. ക്യാൻസർ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പേടിയാണ്. ഒരാൾ മറ്റേ ആളുകൾ പറയും, അവിടെ ക്യാൻസറിന്റെ ക്യാമ്പുകളൊക്കെ പോരണ്ടടി, പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വല്ലോ കണ്ടുപിടിച്ചാലോ എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമ്പുകൾ വേറെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ജനറൽ മെഡിസിൻ, ഓർത്തോ, ഒരുപാട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ഓങ്കോളജിയിലെ മാത്രം ക്യാമ്പുകളാണ്. എന്തിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന് ഇത്രയും പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത്? നമ്മളൊരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ക്യാൻസർ രോഗമുണ്ടോ അതിലൊക്കെ ഒരുപാട് മുന്നിലേക്ക് ഇന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങൾ കിഡ്നി ബന്ധമായ അസുഖങ്ങളും ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങളും ഒക്കെയാണ്. നമ്മൾ ഓരോ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോഴും ക്യാൻസർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്നുള്ള ഒരു അവസ്ഥയിലെത്തി അല്ലേ? അപ്പൊ എന്താണ് ഈ അസുഖമെന്നും ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും, ഇതിൽ തടയാൻ പറ്റുന്ന ക്യാൻസറുകൾ ഏതാണ്, നമുക്ക് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ള ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക, അവയർനെസ്, ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവുക എന്നുള്ളതാണ് ഇതില് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയോ എന്താണ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം? ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു അസുഖമാണോ? അല്ല അല്ലേ? നമ്മുടെ ശരീരത്തില് കോശങ്ങളുണ്ട്. കോശങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഒരു കെട്ടിടം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ അതിലൊരു കല്ലാണ് വെക്കുന്നത് അല്ലെ? ഒരു കല്ല് വേറൊരു കല്ലിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമുക്ക് വലിയൊരു കെട്ടിടം ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗങ്ങളും കോശങ്ങളാലാണ് നിർമ്മിതമായിട്ടുള്ളത്. ഈ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ കോശങ്ങൾ ഒരേപോലെ നിൽക്കുവല്ല. നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള കോശമല്ല നമുക്ക് മരിക്കുമ്പോൾ ഉള്ളത്. ഓരോ ഭാഗത്തെ കോശത്തിനും ഒരു ആയുസ് ഉണ്ട്. ചില കോശങ്ങൾ 10 ദിവസം ജീവിക്കുന്നെങ്കിൽ ചില കോശങ്ങൾ 3 മാസം ജീവിക്കും. അതിന്റെ ആയുസ് കഴിയുമ്പോൾ ആ കോശങ്ങൾ മരിച്ചു പോവുകയും അതിന്റെ സ്ഥലത്ത് പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പുതിയ കോശങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനത്തിനാണ് കോശ വിഭജനം എന്ന് പറയുന്നത്. അതായത് ഒരു കോശം 2 ആവും, 2 4 ആവും, അങ്ങനെയാണ് 2 ആയിട്ടേ കോശങ്ങൾ വിഭജിക്കുള്ളൂ. ഒരു കോശം ഒരിക്കലും 3 ആയിട്ടോ 4 ആയിട്ടോ വിഭജിക്കില്ല, അത് 2 ആയിട്ടേ വിഭജിക്കുള്ളൂ. ഇങ്ങനെയാണ് കോശങ്ങൾ വിഭജിക്കുന്നത്. ക്യാൻസറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പല കാരണം കൊണ്ടും കോശത്തിന് ശരിയായി വിഭജനം നടക്കാതെ വരും. കോശങ്ങൾ അമിതമായി വിഭജിക്കാൻ തുടങ്ങും. വിഭജിക്കുക എന്ന് പറഞ്ഞാൽ പെറ്റുവരികാൻ തുടങ്ങും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇതിൽ ആദ്യത്തെ പിക്ചറിൽ ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ വിഭജിക്കുന്നതെന്ന്. നമുക്കത് എണ്ണാൻ പറ്റും അല്ലെ? 1 2 ഉണ്ട്, 2 കഴിഞ്ഞ് 4 ഉണ്ട്. ഇപ്പുറ സൈഡ് പച്ച കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ അമിതമായി പെറ്റുപെരുകി വിഭജിച്ച് അതൊരു മുഴയായി തീരുമ്പോഴാണ് നമ്മൾ അതിനെ ക്യാൻസർ എന്ന അസുഖമായി പറയുന്നത്. അപ്പൊ ഈ ക്യാൻസർ കോശവും ഒരു സാധാരണ കോശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇപ്പൊ നമ്മൾ ലിവറിലെ കോശം, ലിവർ എന്ന അവയവം എടുക്കുകയാണ്. ലിവറിലെ കോശങ്ങളുണ്ട്. ലിവറിന്റെ കോശങ്ങളുടെ ധർമ്മം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്താണ്? ആ ലിവറിന്റെ പ്രവർത്തനത്തെ നടക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് അവിടെ ആ കോശങ്ങളുള്ളത്. പക്ഷെ ഈ ക്യാൻസർ കോശങ്ങളിൽ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നത് നല്ലതല്ലേ, കൂടുതൽ കോശങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ഈ കോശങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ഉപയോഗവും ഇല്ല. ഈ കോശങ്ങൾക്കകത്തെ ഘടനയൊക്കെ മാറിയിട്ടായിരിക്കും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ വെറും കൊള്ളയായിട്ടുള്ള കോശങ്ങളാണ്. അപ്പൊ ലിവറിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ആരോഗ്യമുള്ള ലിവർ കോശങ്ങൾ വേണം. ലിവറിലാണ് ക്യാൻസർ തുടങ്ങുന്നതെങ്കിൽ അവിടെ ഈ ആവശ്യമില്ലാത്ത കോശങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ലിവറിന്റെ പ്രവർത്തനം നടക്കാനുള്ള കോശങ്ങളിൽ അവിടെ കുറവ് വരും. മൊത്തം ക്യാൻസർ കോശങ്ങളോ, ഒരു ഉപയോഗവും ഇല്ലാത്ത കോശം. അപ്പൊ എന്ത് സംഭവിക്കും? ആ അവയവത്തിന്റെ പ്രവർത്തനം നടക്കാതെ വരും. അപ്പൊ ഈ കോശങ്ങൾ അവിടെ തുടങ്ങിയിടത്ത് നിൽക്കുക മാത്രമല്ല, ക്യാൻസർ വളരും തോറും ഇതിൽ നിന്ന് ഓരോ കോശങ്ങൾ അവിടുന്ന് സെപ്പറേറ്റ് ആയി നമ്മുടെ കഴല ലിംഫ് നോഡൊക്കെ വഴി പല പല ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ക്യാൻസർ വ്യാപിച്ചു എന്നൊക്കെ. തുടങ്ങുന്നിടത്ത് തന്നെയല്ല നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ ശരീരത്തിൽ തുടങ്ങുന്നത്.